സിറ്റിംഗ് സീറ്റുകളിലും UDF കനത്ത വെല്ലുവിളി നേരിട്ട വയനാട്ടിൽ ഇത്തവണ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. NDA മുന്നണി പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ സുൽത്താൻ ബത്തേരി ഉൾപ്പെടെ ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും 75%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. ജില്ലയിലെ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് പ്രതീക്ഷയോടെയാണ് മുന്നണികൾ കാണുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള വയനാട്ടിൽ കഴിഞ്ഞ തവണ 73.80% വോട്ട് രേഖപ്പെടുത്തിയതെങ്കിൽ ഇത്തവണയത് 78.01% വർദ്ധിച്ചു. മാവോയിസ്റ്റ് ഭീഷണിയടക്കം നിലനിൽക്കുന്ന 57 പ്രശ്നബാധിത ബൂത്തുകളുണ്ടായിരുന്ന ജില്ലയിൽ വോട്ടിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. പ്രമുഖരെല്ലാം തന്നെ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനം ഉറ്റുനോക്കുന്ന മണ്ഡലമായ സുൽത്താൻ ബത്തേരിയിൽ 78.32% വോട്ട് രേഖപ്പെടുത്തി. BJP SNDP സഖ്യം ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലമാണ് സുൽത്താൻ ബത്തേരി. CK ജാനുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച ഇവിടെ വോട്ടിങ്ങിലുണ്ടായ വർധനവ് പ്രതീക്ഷയോടെയാണ് മുന്നണികൾ ഉറ്റുനോക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നേരിട്ട ബത്തേരിയിൽ IC ബാലകൃഷ്ണനായിരുന്നു UDF സ്ഥാനാർത്ഥി. ഇടതുപക്ഷത്തിനായി രുക്മിണി സുബ്രഹ്മണ്യനും. ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിലാണ് ജില്ലയിലെ ഉയർന്ന പോളിംഗ് 78.48. ആദിവാസി തോട്ടം മേഖലയിലുണ്ടായ മികച്ച പോളിംഗ് ഇരുമുന്നണികളും തികഞ്ഞ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. സിറ്റിംഗ് MLA ജനതാദൾ യുണൈറ്റഡിലെ MV ശ്രേയംസ്കുമാർ കടുത്ത വെല്ലുവിളിയാണ് ഇത്തവണ കൽപ്പറ്റയിൽ നേരിട്ടത്. CPM-നായി CK ശശീന്ദ്രനായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ജില്ലയിലെ ഉയർന്ന ഭൂരിപക്ഷത്തിന് UDF ജയിച്ച മണ്ഡലമാണ് കൽപ്പറ്റ. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കൽപ്പറ്റ ഇത്തവണ ഇരുമുന്നണികൾക്കും നിർണായകമാണ്. ജില്ലയിലെ CPM-ലെ ജനകീയ മുഖമായ CK ശശീന്ദ്രനിലൂടെ ഒരു അട്ടിമറിയാണ് ഇവിടെ ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. ജില്ലയിലെ കുറവ് വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് മന്ത്രിമണ്ഡലമായ മാനന്തവാടിയിലായിരുന്നു. 77.67%. ആശുപത്രി വികസനവും ആരോഗ്യരംഗത്തെ ശോചനീയാവസ്ഥയും പ്രചാരണ വിഷയമായ മാനന്തവാടിയിൽ മന്ത്രി PK ജയലക്ഷ്മിയും OR കേളുവും തമ്മിലായിരുന്നു പ്രധാന മത്സരം. മണ്ഡലത്തിലെ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വന്നത് അല്പം ആശങ്ക UDF ക്യാമ്പിൽ സൃഷ്ടിക്കുന്നുണ്ട്. ആദിവാസി ക്ഷേമസമിതി നേതാവ് കൂടിയായ OR കേളു ഇടതുമുന്നണിക്ക് വിജയപ്രതീക്ഷ നൽകുന്ന സ്ഥാനാർത്ഥിയാണ്. 2 മാസത്തോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കുതിക്കുമ്പോൾ വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളും ഫോട്ടോ ഫിനിഷിലേക്കാണ് നീങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ വയനാട് ജില്ലയിൽ ഇത്തവണ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആദിവാസി മേഖലയിലും തോട്ടം തൊഴിലാളി മേഖലയിലും ഇത്തവണ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് മുന്നണികൾക്ക് പ്രതീക്ഷ പകരുന്നു. വയനാട് നിന്നും അനീഷ് കെ ശിവദാസ്, റിപ്പോർട്ടർ.